സാറിനെ പ്രത്യേകം അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഒന്നാമത്തെ കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ i2i ന്യൂസ് എടുത്ത നിലപാട് കറക്റ്റായിരുന്നുവെന്ന് ഇന്ന് നമുക്ക് ബോധ്യമായി. കാരണം മറുനാടൻ മലയാളി പോലും ആദ്യം അദ്ദേഹത്തിനെതിരെ വാർത്ത കൊടുത്തിട്ട് അദ്ദേഹത്തിന് പെട്ടെന്ന് പ്ലേറ്റ് തിരിക്കേണ്ടതായിട്ട് വന്നു. ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം ഭൂരിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോയാൽ അവിടെയുള്ള ജനങ്ങൾ നല്ല മനസ്സുള്ളവരാണ്, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരാണ്, അവർ അദ്ദേഹത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു i2i ന്യൂസിൽ കൂടെ. അതുപോലെ തന്നെ അവിടെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്നും മറ്റ് ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ ആ നാട്ടിലുള്ള നല്ല മനുഷ്യർ അവർ ഹൃദയം തുറന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ അവർ കാര്യം മനസ്സിലാക്കി അവർ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് അദ്ദേഹത്തിന് നന്നായിട്ട് അവിടെ പെർഫോം ചെയ്യാൻ പറ്റുന്നുമുണ്ട്. സാറേ, നമ്മുടെ ഈ 60 ഡേയ്സ് ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന് സപ്പോർട്ട് നൽകിക്കൊണ്ട് സുനിൽ സാർ മുമ്പോട്ട് വന്ന ആ ഒരു ദൗത്യം ഇതുവരെ കോൺഗ്രസ് പാർട്ടി അവരുടെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഇത് വി ഡി സതീശൻ്റെ ഒരു ചതിയായിരുന്നുവെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിന് ആ സ്ഥാനം തിരിച്ചു കൊടുക്കാനോ അദ്ദേഹത്തിൻ്റെ പകരം വേറൊരാളെ, അദ്ദേഹത്തിൻ്റെ പകുതി പോലും കഴിവില്ലെന്നല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു ലെവലിൽ നിൽക്കാൻ കഴിവില്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്ത് പരിഹാസ്യരായി. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ സസ്പെൻഷൻ ചെയ്തത് തിരിച്ചു കൊടുത്തിട്ടില്ല. ഈ കോൺഗ്രസ് പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തോട് ഒരു മര്യാദ കാണിക്കാതെ അവരിപ്പം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുക. സാറേ, വളരെ വേദനയോട് പറയട്ടെ, നമ്മൾ ഈ ക്രിക്കറ്റ് കളി കാണുമ്പോൾ ചില സമയത്ത് ഈസിയായിട്ട് വരുന്ന ചില ക്യാച്ചുകൾ അവരുടെ കയ്യിലേക്ക് വരുന്നതാണ്, ഈസിയായിട്ട് വരുന്നത്. പക്ഷേ അതടുത്ത് വരുമ്പോൾ ഈ കളിക്കാർ പലപ്പോഴും നിലത്തിട്ടുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അയ്യോ എന്ന് പറയും. അത് അശ്രദ്ധ കൊണ്ടും അലംഭാവം കൊണ്ടും വരുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ്സിനും UDFനും ജയിക്കാമായിരുന്ന ഒരു നല്ല സാഹചര്യം കേരളത്തിലുണ്ടായിരുന്നു. ഭരണത്തിനെതിരായിട്ടുള്ള ആ ഒരു വികാരം ശക്തമായിട്ടുണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഈ വി ഡി സതീശനും വേണുഗോപാൽ ഇവർ 2 പേരാണ് ഇന്ന് UDFൻ്റെ പതനത്തിന്. അടുത്ത ഒരു ഇലക്ഷൻ നടന്നാൽ 100% ഈ പോക്ക് പോയാൽ അമേരിക്കയിലിരുന്ന് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, കേരളത്തെ സ്നേഹിക്കുന്ന, അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ടൈം എടുത്ത് ഇങ്ങനെ വോയിസ് ഇടുന്നതിൻ്റെ കാര്യം. അതുമാത്രമല്ല, i2i ന്യൂസ് എപ്പോഴും കാണുകയും ഈ സമൂഹത്തിന് വേണ്ടി, കമ്മ്യൂണിറ്റിക്ക് വേണ്ടി i2i ന്യൂസ് മാത്രമേ, ബാക്കി മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം കാര്യങ്ങൾ വളച്ചൊടിച്ച് ഈ വി ഡി സതീശൻ്റെ അനുകൂലമായിട്ട് ഒക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ള ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ അതിനൊരു സപ്പോർട്ട് എന്ന നിലയിൽ കൂടെയാണ് ഈ വോയിസ് ഇപ്പോൾ ഇടുന്നത്. സാറേ, എനിക്ക് 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ i2i ന്യൂസ് പറയുന്നത് പോലെ തന്നെ വി ഡി സതീശനെ മുമ്പോട്ട് കാണിച്ച് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിക്കാമെന്ന് കോൺഗ്രസ് പാർട്ടി വിചാരിക്കുകയോ വേണ്ട. ഒരു കാരണവശാലും അത് നടക്കുന്നൊരു കാര്യമല്ല. അതിന് ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ ഈ വി ഡി സതീശനെ എവിടെയെങ്കിലും ഒരിടത്ത് വരുന്നിരിക്കട്ടെ, ഇപ്പോൾ ഷാഫി പറമ്പിലോ അല്ലെ കെ സുധാകരനോ ശശി തരൂരോ അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാൽ ഒരുപാട് ആളുകൾ കൂടുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ വി ഡി സതീശൻ വന്നാൽ അല്ലെങ്കിൽ വേണുഗോപാൽ വന്നാൽ അവിടെ എത്ര ആളുകൾ ഓടിക്കൂടുന്നുണ്ട്? വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടൊരു കാര്യം ഞാൻ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് പുനലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്, അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു സമയമാണ്, ഉമ്മൻചാണ്ടി സാറ് വരുന്നു എന്നുള്ള ആ ഒരു വാർത്ത കേട്ട് ജനം തടിച്ചു കൂടി നിൽക്കുകയാണ്. തേനീച്ചയുടെ കൂട്ടിൽ ഈച്ച പൊതിഞ്ഞ് നിൽക്കുന്ന പോലെ ഒരുപാട് ജനങ്ങൾ, ഒന്ന് നിൽക്കാനുള്ള സ്ഥലമില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി വരുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോഴത്തേന് ജനം പാഞ്ഞ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ വാഹനം വരുന്നിടത്തേക്ക് ഓടി അടുക്കുകയാണ്. അപ്പോൾ അന്ന് ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു, ഈ മനുഷ്യനെ എത്രമാത്രം ജനങ്ങൾ സ്നേഹിക്കുന്നു, ഇദ്ദേഹത്തിന് എത്രമാത്രം ജനസമ്മതിയുണ്ട്. പക്ഷേ ഇന്ന് വി ഡി സതീശനോ അല്ലെങ്കിൽ വേണുഗോപാലോ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വരുന്നു എന്ന് കേട്ട ആളുകൾ അതുപോലെ ഓടിക്കൂടുമോ? ഇല്ല. അപ്പോൾ കോൺഗ്രസ് ഇന്ന് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ നടത്തുന്ന ജാഥകളും കാര്യങ്ങളും ഒക്കെ ശരിയാണ്. പക്ഷേ എനിക്കിവിടെ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് ലീഡേഴ്സായിട്ടുള്ള MM ഹസൻ, അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ, ഷാഫി പറമ്പിൽ, ഇങ്ങനെയുള്ള ഓരോ ലീഡേഴ്സിനോടും
എല്ലാവരുടെയും പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മാത്യു കുഴൽനാടൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇങ്ങനെയുള്ള ലീഡേഴ്സ് നിങ്ങൾ കേരള സമൂഹത്തെ സ്നേഹിക്കുന്നെങ്കിൽ, കോൺഗ്രസിനെ സ്നേഹിക്കുന്നെങ്കിൽ, ദയവ് ചെയ്ത് നിങ്ങൾ ഇപ്പോൾ എടുക്കേണ്ടതായ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അടുത്ത ഇലക്ഷനെ ലീഡ് ചെയ്യാൻ പിണറായി അധികാരത്തിൽ വരുന്ന സമയത്ത് അച്യുതാനന്ദനെ മുൻനിർത്തിയാണ് അവർ കോൺഗ്രസിനെ ആ ഒരു ഇലക്ഷനെ, ഇടതുപക്ഷത്തിൻ്റെ LDFൻ്റെ ഇലക്ഷനെ അവർ ലീഡ് ചെയ്തത്. അതുപോലെ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ അന്ന് ഉമ്മൻചാണ്ടിയാണ് മുമ്പിൽ നിന്നത്. ഇന്ന് കോൺഗ്രസ്സിന് അതുപോലൊരു ലീഡർ ഇല്ല. ഇപ്പോൾ ഇലക്ഷൻ ജയിക്കണമെന്നുള്ള ഒരു ആവേശമല്ല ഇരിക്കുന്നത്. കോൺഗ്രസ്സിന് അല്ല UDFന് ഇലക്ഷന് ജയിക്കണം, പിണറായി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണം എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയും കാര്യങ്ങളും മത്സരവും എല്ലാം ആര് മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആ ഒരു പിടിവാശിയിലാണ്. VD സതീശൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു. അത് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ I2 ന്യൂസ് പറയുന്നതിൻ്റെ കൂട്ട് തന്നെ എങ്ങനെയെങ്കിലും ഇതിനെ തകർത്ത് കളയണമെന്ന് അദ്ദേഹം പരിശ്രമിക്കുന്നു. എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ തോൽപ്പിക്കണം, അപ്പോൾ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാം. രണ്ടാമത്, നിന്നെ ഞാൻ മുഖ്യമന്ത്രിയാക്കത്തില്ലെന്ന് പറഞ്ഞ് ഡൽഹിയിലിരിക്കുന്നതായ വേണുഗോപാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി നടത്തുന്നതായ വളരെ മോശമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് ഈ ലാസ്റ്റ് വീക്കിൽ കണ്ട ചില കാര്യങ്ങൾ കണ്ടപ്പം ഒരുപാട് ദുഃഖം തോന്നി. അതുകൊണ്ടും കൂടെയാണ് ഈ വോയിസ് ഇട്ടത്. അവരെ ഈ ജനറൽ സെക്രട്ടറിമാരുടെ 58 പേരെങ്ങാണ്ട് പ്രസിദ്ധീകരിച്ചു. അത് നാണക്കേടല്ലേ ഇത്? കേരളത്തിലെ ഒരു KPCCക്ക് ഇത്രയും ജനറൽ സെക്രട്ടറിമാരെന്തിനാ? 3 പേര് അല്ലെങ്കിൽ 5 പേര് അല്ലെങ്കിൽ 7 പേര്, ഇതിൽ കൂടുതൽ ഇതിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ ഡൽഹിയിലിരിക്കുന്നതായ KC വേണുഗോപാൽ അവിടെ എല്ലാം തകർത്ത് പരാജയപ്പെട്ട് മൊത്തത്തിൽ ആകെ കുളമാക്കിയിട്ട് ഇനിയിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇദ്ദേഹം വരാനിരിക്കുകയാണോ? ഈ 2 പേരും അവരുടെ മുഖം മുമ്പോട്ട് കാണിച്ചാൽ എല്ലാ ഘടകകക്ഷികളും, എല്ലാ പ്രബുദ്ധരായിട്ടുള്ള ലീഡേഴ്സ് മനസ്സിലാക്കിക്കോ, ഒരു പ്രോഫറ്റിക്കൽ വോയിസ് പോലെ വീണ്ടും ഞാൻ പറയുന്നു, കോൺഗ്രസ് തകർന്നടിയും. അടുത്ത ഇലക്ഷനിൽ ഒരു കാരണവശാലും പാലോട് രവി പറഞ്ഞതിനാണ് കറക്റ്റ്, 3ാമത്തെ സ്ഥാനത്തേക്ക് കോൺഗ്രസ് പോകും. പാലോട് രവി പറഞ്ഞത് കറക്റ്റ് കാര്യമാണ്. ഒന്നാമത്, എന്തുകൊണ്ട് KC വേണുഗോപാൽ അടുത്ത ഒരു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടിരിക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖം മുമ്പോട്ട് കാണിക്കല് എന്ന് ഞാൻ പറയുന്നതിൻ്റെ റീസൺ ഞാൻ പറയാം. അദ്ദേഹം 2019 ജനുവരി മാസം 30 ബഹുമാനപ്പെട്ട രാഹുൽജിയുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യപ്രകാരം അദ്ദേഹത്തെ ഒരു സംഘടന ജനറൽ സെക്രട്ടറിയായിട്ട്, AICCയുടെ ജനറൽ സെക്രട്ടറിയായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു. അതിനുശേഷം സാറേ കോൺഗ്രസ് തരിപ്പണമായില്ലേ, തകർന്നടിഞ്ഞില്ലേ? ആകെപ്പാടെ 3 ജയമാണ് കോൺഗ്രസ്സിനുണ്ടായത്. കർണാടകയിലെ, അതുപോലെ തന്നെ തെലങ്കാനയിലെ, അതുപോലെ ഹിമാചലിൽ, ഈ 3 സ്ഥലങ്ങളിൽ. ബാക്കി 6 കയ്യിലുണ്ടായിരുന്ന ഭരണം പോലും ശക്തമായ അടിവരുകളുണ്ടായിരുന്ന രാജസ്ഥാനിലെ, മധ്യപ്രദേശിലെ, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ, മഹാരാഷ്ട്രയിലെ, കേന്ദ്ര ഭരണപ്രദേശമായ പുതുച്ചേരിയിലെ, ഇവിടെ എല്ലാം, കർണാടകയിലെ 2019 തന്നെ ഇദ്ദേഹം വന്നതിന് ശേഷം അവിടുത്തെ ഭരണം നഷ്ടപ്പെട്ടു. 6 പൂർണ്ണമായിട്ട് 50% പോലും ഇദ്ദേഹത്തിന് ആ ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് മുമ്പോട്ട് നയിക്കാനായിട്ട് പറ്റിയില്ല. ഇപ്പം BJPയുടെ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ള ആ മുദ്രാവാക്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസാണ് KC വേണുഗോപാൽ കാഴ്ചവെച്ചത്. അതുമാത്രമല്ല, അദ്ദേഹം ഈ സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം സാർ ആലോചിച്ച് നോക്കുക, എത്രയോ ശക്തരായിട്ടുള്ള ലീഡേഴ്സാണ് കോൺഗ്രസ് വിട്ടു പോയത്. കോൺഗ്രസ്സിൽ നിന്ന് നമ്മൾ നാഷണൽ ലെവലിൽ ആലോചിച്ച് നോക്കിയേ, എത്ര ലീഡേഴ്സുണ്ട്? ഒരു 10 പേരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഈ ലീഡർഷിപ്പിലേക്ക് വന്നതിന് ശേഷം പാര പണിത് രാഹുൽ ഗാന്ധിയുടെ ചെവിയിൽ മന്ത്രം ഓതി ശശി തരൂരിനെ സഹിതം, ശശി തരൂർ മാത്രമേ ഉള്ളൂ കോൺഗ്രസ് വിട്ടുപോകാതിരിക്കുന്നത്. ഗുലാം നബി ആസാദ് പോയി, എത്ര ശക്തനായ കോൺഗ്രസ് ലീഡറായിരുന്നു. കപിൽ സിബൽ അദ്ദേഹം ഒരു സുപ്രീം കോടതിയിലെ സമർത്ഥനായ ഒരു അഡ്വക്കേറ്റാണ്. അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയി. BJPയിലേക്ക് അദ്ദേഹം പോയില്ല. സമാജ്വാദി പാർട്ടിയുടെ ഒരു ബാക്കപ്പിൽ അദ്ദേഹം നിൽക്കുന്നു. അതിനുശേഷം ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹം പോയി. അശോക് ചവാൻ തുടങ്ങി 16, ഞാൻ എണ്ണി നോക്കിയപ്പോൾ 16 ശക്തരായ ലീഡേഴ്സാണ് KC വേണുഗോപാൽ
കേന്ദ്രത്തിൽ ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതിന് ശേഷം പോയത്. കോൺഗ്രസ് സംഘടന തകർന്നടിഞ്ഞു. പരാജയം ഏത് സ്റ്റേറ്റിലും പരാജയം മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ആ ലീഡർഷിപ്പിൽ വന്നേ പിന്നെ ലീഡേഴ്സ് എല്ലാം പോയി. കോൺഗ്രസ് പാർട്ടി സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് പകരം നാഷണൽ ലെവലിലും ഓരോ സ്റ്റേറ്റ് വൈസിലും അതിൻ്റെ ഇലക്ഷൻ നടത്തി പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം ഈ മനുഷ്യനായിരുന്നു. പറയാതിരിക്കുന്ന വൃത്തിയില്ല. പക്ഷേ അദ്ദേഹം നാഷണൽ ലെവലിലും കോൺഗ്രസ് പാർട്ടിയെ പരാജയത്തിലേക്ക് തള്ളിവിട്ടു. സംഘടനയെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ സമയത്ത് സംഘടന വീക്കായി പോയി, ശോഷിച്ചു പോയി. എന്നിട്ട് ഇപ്പോൾ അദ്ദേഹം വന്നേക്ക് അടുത്തതായിട്ട് കേരളത്തിൽ മുഖ്യമന്ത്രി. നാണമല്ലേ പുള്ളിക്ക്? നാണം. എനിക്ക് കേരളത്തിലെ ശക്തരായ മിടുക്കരായിട്ടുള്ള MM ഹസനെ പോലെ, ബെന്നി ബെഹാനെ പോലെ ഉള്ള ആളുകളോട് സ്നേഹത്തോട് ഓർപ്പിക്കാനുള്ളത്, ഈ മനുഷ്യനെ അവിടെ തറ തൊടിയിക്കരുത്. അദ്ദേഹത്തെ ഡൽഹിക്ക് തന്നെ കയറ്റിവിടണം. പുള്ളി ആകെ ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. അവിടെ ഇരുന്നുകൊണ്ട് ചിലപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഈ ലിസ്റ്റ് ഇറക്കിയതിൻ്റെ കൂട്ട് കുറച്ച് ലിസ്റ്റ് ഇറക്കുകയും, അതുപോലെ ചാണ്ടിയുമ്മനെ വെട്ടിയതിൻ്റെ കൂട്ട്, അബിൻ വർക്കിയെ വെട്ടിയതിൻ്റെ കൂട്ട് ചിലരെയൊക്കെ വെട്ടും. പക്ഷേ നിങ്ങൾ ഓർക്കണം, കോൺഗ്രസ് പാർട്ടികളാണ്, ലക്ഷക്കണക്കിനുള്ള പാർട്ടി മെമ്പേഴ്സാണ് കോൺഗ്രസിൻ്റെ ശക്തി. അല്ല വേണുഗോപാൽ എന്ന് പറയുന്ന ഒരുത്തനല്ല. അയാളെ പേടിച്ചുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ കോൺഗ്രസ് പാർട്ടിയെ ക്രൂശിക്കരുത്, കേരളത്തെ നശിപ്പിക്കരുത്. മൂന്നാമതും പിണറായി അധികാരത്തിലേക്ക് വരാനുള്ള സകല പരിശ്രമമാണ് VD സതീശനും അതുപോലെ വേണുഗോപാലും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് കേരളത്തോട് സ്നേഹമുള്ളതുകൊണ്ട് വിദേശത്തിരുന്ന് പറയുകയാണ്. നമ്മൾ മലയാളികളാണ്, അതുകൊണ്ട് ആ സ്നേഹത്തോട് പറയുകയാണ്, ഈ മനുഷ്യൻ്റെ മുഖം നിങ്ങൾ ഇലക്ഷനിൽ കാണിക്കരുത്. ഇദ്ദേഹത്തെ അവിടുന്ന് ഓടിക്കണം. നിങ്ങൾക്ക് പലർക്കും പറയാൻ മടി കാണും, പക്ഷേ ഇപ്പോൾ സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ട ഒരു സമയമാണ്. സിംഹം സടകുടഞ്ഞ് എഴുന്നേൽക്കുന്ന പോലെ. ഡു ഓർ ഡൈ. നിങ്ങൾ ഈ പ്രാവശ്യം മിണ്ടാതിരുന്നാൽ, നിങ്ങളുടെ നാവ് നിങ്ങൾ അടച്ചിരുന്നാൽ, ഇറ്റ്സ് എ വാർ. ഇതൊരു യുദ്ധത്തിന് പോകുന്നൊരു സമയമാണ്. നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത് കോൺഗ്രസിന് UDFന് വിജയിക്കണം. ഈ ഒരു കാര്യത്തിലാണ് നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടത്. എന്തൊരു അനീതിയായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളോട് മറുപടി പറ. നിങ്ങൾ വിശ്വാസ സംരക്ഷണത്തിനോ അല്ലെങ്കിൽ കേരളത്തെ പിണറായി താഴെ ഇറക്കാനൊക്കെ നിങ്ങൾ മുമ്പോട്ട് പോകുന്നല്ലോ. നിങ്ങൾ ആദ്യം മറുപടി പറ. രാഹുൽ മാങ്കൂട്ടത്തെ പോലെ കോൺഗ്രസ്സിന് വേണ്ടി ശക്തമായി സംസാരിച്ചുകൊണ്ടിരുന്ന, TV-യിലും നിയമസഭയിലും സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഒതുക്കി മുടക്കി അവൻ്റെ സ്ഥാനം നഷ്ടപ്പെടുത്തി അവന് കൊടുക്കാത്ത നീതി നിങ്ങൾ ആർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വരുന്നത്? രണ്ടാമത്തെ ചോദ്യം, കേരളം ഏറ്റവും സ്നേഹിച്ചിരുന്ന, ഇതുവരെ ഒരൊറ്റ മുഖ്യമന്ത്രിമാർക്കും കിട്ടാത്ത ആദരവ് കൊടുത്ത ഉമ്മൻചാണ്ടി, അദ്ദേഹം പുതുപ്പള്ളിയിൽ ആ കല്ലറയിൽ വിശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകനോട് ഈ വേണുഗോപാൽ ചെയ്ത എന്താ അനീതിയാണ് കാണിച്ചത്? ഇപ്പോൾ ലിസ്റ്റ് ഇറക്കിയിട്ട് ചാണ്ടിയുമ്മൻ്റെ പേരില്ല. അദ്ദേഹം എന്താ തെറ്റ് ചെയ്തത്? ഉമ്മൻചാണ്ടിയോട് ഒരു ആദരവുണ്ടെങ്കിൽ, ആ മനുഷ്യനോട് ഒരു നീതി ഉണ്ടായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്ത് തന്നെ ഈ മനുഷ്യൻ്റെ പേര്, ഈ ചാണ്ടിയുമ്മൻ്റെ പേര് അതിൽ നിന്ന് വിട്ടുവോ? എന്തൊരു തെറ്റാ ചെയ്തത്? ഇതൊക്കെ ആളുകൾ ക്ഷമിക്കും, അല്ലെ ഞങ്ങളെപ്പോലുള്ളവർ കണ്ടിട്ട് മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കരുത്. വേണുഗോപാൽ വിചാരിക്കുന്ന പോലെ ഇവിടെ കേരളത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കംപ്ലീറ്റ് കോൺഗ്രസ് പാർട്ടിയെ തകർത്ത് ലീഡേഴ്സിനെ ഓടിച്ച് കോൺഗ്രസിനെ ആകെപ്പാടെ നശിപ്പിച്ചിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വന്ന് നന്നാക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുകയില്ല. 5 പൈസയുടെ ഗുണം ഈ മനുഷ്യനെ നിങ്ങൾ വരുത്തി കാണിച്ചാലുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത്, പുള്ളി വന്നിട്ട് ഓരോ സ്റ്റേജിലും പുള്ളിയുടെ തല കാണിച്ചപ്പോൾ നമ്മൾ പോസ്റ്റ് നോക്കിയാൽ ഈ KC വേണുഗോപാലിൻ്റെ തലയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം നാഷണൽ ലെവലിലെ ഒരു സെക്രട്ടറി അല്ലേ? ഇയാൾ എന്തിനാണ് ഈ കേരളത്തിൽ വന്ന് ഈ മീറ്റിങ്ങുകളിലെല്ലാം പുള്ളിയുടെ പടവും വെച്ച് അടിച്ചുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ബഹിഷ്കരിക്കണം. നിങ്ങൾ അദ്ദേഹത്തെ മൈൻഡ് ചെയ്യരുത്. നിങ്ങൾ ഒരു ശക്തനായ ഒരു ക്യാമ്പയിൻ, ഒന്നുകിൽ ശശി തരൂർ, എനിക്ക് ശശി തരൂരിനെ അറിയത്തുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല, പക്ഷേ അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു അസറ്റാണ്. ഈസ് ആൻ അസറ്റ്. അദ്ദേഹം ചെയ്ത ഒരേ ഒരു തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം എത്രയോ പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് കോൺഗ്രസിന് വേണ്ടി നിന്ന് ജയിപ്പിച്ച് കാണിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം എവിടെ പോയാലും ആൾ കൂടും. ഏത് കമ്മ്യൂണിറ്റിയും പുള്ളി അംഗീകരിക്കുന്നതാണ്. അതുപോലെ എല്ലാവരോടും ഒരു മതവിദ്വേഷമോ കാര്യങ്ങളോ ഇല്ലാതെ സഹകരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം ആകെ ചെയ്തിട്ടുള്ളത് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ മോദിജിക്ക് അദ്ദേഹം നല്ല കാര്യം ചെയ്താൽ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ? ഈ പിണറായി വിജയൻ പോയി കാണുന്നില്ലേ? മോദിയെ പോയി കാണുന്നില്ലേ? പിണറായി വിജയൻ അമിത്ഷായെ പോയി കാണുന്നില്ലേ? പിന്നെ അവിടെ പോയി തൊഴുതുകൊണ്ട് നിൽക്കുന്നില്ലേ? അപ്പോൾ ശശി തരൂർ എന്തെങ്കിലും 1-2 കാര്യം BJP നല്ലതായിട്ട് ചെയ്ത അത് പറഞ്ഞെന്ന് കരുതി അദ്ദേഹത്തെ അവഗണിക്കുകയാണോ നിങ്ങൾ ചെയ്യേണ്ടത്? ശശി തരൂരല്ല കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. K. സുധാകരനല്ല കോൺഗ്രസിനെ നശിപ്പിക്കുന്നത്. വേണുഗോപാലും സതീശനുമാണ്, VD സതീശനുമാണ്. നിങ്ങൾ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോയില്ലെങ്കിൽ
വളരെ ദുഃഖത്തോട് പറയട്ടെ, ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ നിങ്ങൾ അതിൻ്റെ റിസൾട്ട് കാണാൻ പോവുക. നിങ്ങൾ ഈ പഞ്ചായത്ത് ഇലക്ഷന് ശേഷം ഇതിൻ്റെ പരാജയം നിങ്ങൾ കണ്ടില്ലേ, പിന്നെ I2I ന്യൂസോ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലോടും സംസാരിക്കുകയില്ല. നിങ്ങൾ നിങ്ങൾ KC വേണുഗോപാലിനെ അതുപോലെ സതീശനെ മുന്നിൽ നിർത്തി ചാണ്ടിയുമ്മനെ ഒതുക്കി, അബിൻ വർക്കിയെ ഒതുക്കി. അബിൻ വർക്കി പിന്നെ അദ്ദേഹത്തിന് പോലും ചാൻസ് കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ താഴെ നിൽക്കുന്ന ഒരാളെ കയറ്റിവിട്ടു. ഇതെല്ലാം വേണുഗോപാൽ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇയാൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾ കാണാൻ പോകും. നിങ്ങൾ കാണും. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാകും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ നിങ്ങൾ തോക്കാൻ പോകുക എന്നുള്ളത്. ഇപ്പം VD സതീശനോടും നമുക്ക് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, വേണുഗോപാലിനുമുണ്ട്. പക്ഷേ ദേ ആർ നോട്ട് ഫിറ്റ് ടു ബി ദ നെക്സ്റ്റ് കാൻഡിഡേറ്റ് ഫോർ ദി ചീഫ് മിനിസ്റ്റർ പോസ്റ്റ് എന്ന് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അടുത്ത ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണാൻ പറ്റിയ ആളുകളല്ല. ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നതിന് പകരം ചീഫ് മിനിസ്റ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്കൊരു മിനിസ്റ്റർ ആകാനുള്ള ഒരു സാധാരണ മിനിസ്റ്റർ ആകുമ്പോഴൊക്കെ ഉള്ള യോഗ്യതയുണ്ട്. അല്ലാതെ ഒരു ചീഫ് മിനിസ്റ്റർ സ്ഥാനത്തേക്ക് ഒരിക്കലും അവരെ കാണാൻ പറ്റില്ല. പിന്നെ വേണുഗോപാലിൻ്റെ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനെല്ലാം ഓടിച്ചു. രണ്ടാമത്, കോൺഗ്രസിനെ ഇന്ത്യയിൽ മൊത്തം തോൽപ്പിച്ച് നശിപ്പിച്ച് ഇനി കേരളത്തിൽ വന്നിരിക്കുക, കേരളം മുടിക്കാൻ വേണ്ടി. അദ്ദേഹത്തെ അടുപ്പിക്കരുത്, അത് മാത്രമേ പറയാനുള്ളൂ. ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ലീഡേഴ്സാണ് നമുക്കുള്ളത്. ഹസനെ പോലെ, അല്ലെങ്കിൽ ബെന്നി ബെഹനാനെ പോലെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മാത്യു കുഴൽനാടൻ, ഷാഫി പറമ്പിൽ എന്നൊക്കെ ഇത് മനസ്സിലാവും. ഷാഫി പറമ്പിൽ ഇന്ന് വേണുഗോപാലിന് സപ്പോർട്ട് കൊടുത്ത് നിങ്ങൾ മുമ്പോട്ട് പോയാൽ, നിങ്ങൾ എഴുതി വെച്ചോ, അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ കേരളത്തിൻ്റെ എന്തെങ്കിലും ഒരു ആകാൻ പോകുന്നില്ല. നിർഭാഗ്യവശാൽ അങ്ങനെ ആയെന്നിരിക്കട്ടെ, ഷാഫി പറമ്പിൽ ഇദ്ദേഹം ആദ്യം തിരിയുന്നത് നിങ്ങൾക്കെതിരെയായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ മനുഷ്യൻ്റെ പിക്ചർ കാണിക്കരുത്. പിന്നെ VD സതീശനെ I2I ന്യൂസ് ഓൾറെഡി പൂട്ടിക്കെട്ടി. അദ്ദേഹത്തിൻ്റെ ഗ്യാസ് എല്ലാം പോയാണ്. ഇപ്പോൾ അദ്ദേഹം എവിടെയെങ്കിലും വന്ന് സംസാരിച്ച് കഴിഞ്ഞാലും അദ്ദേഹത്തിന് യാതൊരു പവറും ഇല്ല. അദ്ദേഹം പറയുന്നിടത്ത് മീഡിയക്കാരല്ലാതെ ഒരൊറ്റ മനുഷ്യനില്ല. അദ്ദേഹത്തിന് പറയുന്ന വാക്കുകൾക്ക് യാതൊരു ക്ലാരിറ്റി ഇല്ല. ആ പവർലെസ് നമുക്കത് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ശബരിമലയിൽ നിന്ന് സ്വർണ്ണം അടിച്ചുകൊണ്ട് പോയെന്ന് ഇദ്ദേഹം സംസാരിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചു വേണം. അദ്ദേഹം ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. ശബരിമലയിൽ നിന്നൊക്കെ സ്വർണ്ണം, അതൊക്കെ എന്ത് ഗൗരവമുള്ള വിഷയങ്ങളാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അത് പറയുന്ന സമയത്ത് ഈ പുള്ളി ഇങ്ങനെ ചിരിക്കുകയാണ്, കോമാളിയെ പോലെ. ഏതൊരു ഗൗരവമുള്ള കാര്യം പറഞ്ഞാലും നിങ്ങൾ നോക്കിക്കോളത്, അതിൻ്റെ അർത്ഥം ഈസ് നോട്ട് സീരിയസ് അബൌട്ട് തിങ്സ്. അദ്ദേഹം കാണാതെ പഠിച്ച് ചില കാര്യങ്ങൾ അങ്ങ് പറയുകയാണ്, ഒരു പരിഹാസിയെ പോലെ പറയുകയാണ്. അതേസമയം നിങ്ങൾ കേസുദാരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മോഭാവം നോക്കിക്കണം. അടൂർ പ്രകാശ് നല്ലൊരു മനുഷ്യനാണ്, ഈസ് എ ഗുഡ് ലീഡർ. ഓപ്പോസിഷൻ ലീഡറായിട്ട് വരാൻ വരെ യോഗ്യതയുള്ള ഒരു മനുഷ്യനാണ് അടൂർ പ്രകാശ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ നമുക്ക് 10-15 മിനിറ്റ് വേണമെങ്കിലും കേട്ടിരിക്കുക. അത്രയ്ക്ക് ആലോചിച്ച് വളരെ നല്ല രീതിയിൽ പറയുന്ന ഒരു മനുഷ്യനാണ്. അവരെല്ലാം ഒതുക്കി. അവർ സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ശശി തരൂർ സംസാരിക്കുന്ന പോലെ അല്ല ഈ വേണുഗോപാലാണെങ്കിൽ മീഡിയയുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 മിനിറ്റ് കേൾക്കുമ്പോൾ ബോറിങ് തോന്നും. അദ്ദേഹത്തിൻ്റെ സംസാരം, ആ ബോഡി ലാംഗ്വേജ്, ഇതൊന്നും ഒരു ശക്തനായ ഒരു ലീഡറിൻ്റെതായിട്ടുള്ള ഒരു പൾസ് അവർക്കില്ല. അതിനുള്ളൊരു എബിലിറ്റി, കാലിബർ അവർക്കില്ല. അവരൊക്കെ പിന്നെ MP-മാരായിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ളതാണ്, അല്ലെങ്കിൽ MLA-മാരായിട്ട് ഇരുന്നിട്ടുള്ളതാണ്. ആ ലെവൽ വരെ ഉള്ളൂ. അതിനപ്പുറത്ത് നമ്മുടെ ഈ K. കരുണാകരൻ്റെ കൂട്ടോ, അല്ലെ പിണറായി വിജയൻ്റെ കൂട്ടോ. പിണറായി വിജയൻ എല്ലാ രീതിയിലും നല്ലതെന്നല്ല നമ്മൾ പറയുന്നത്. പിണറായി വിജയനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങളും അഴിമതികളും ഉണ്ട്. അതൊന്നും ഇവരാരും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുമില്ല. ഞാൻ പറയുന്നത് അച്യുതാനന്ദനെ പോലെയോ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനെ പോലെയോ എന്തിനോ ഒരു ഗുണമുണ്ടാകാത്തൊരു മുഖ്യമന്ത്രിയായിരുന്നു AK ആന്റണി. അദ്ദേഹത്തിൻ്റെ ലെവൽ പോലും ഇവർക്ക് അതിൻ്റെ ഒരു 50% പോലും വരാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് വിശ്വാസ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് ജാഥകളൊക്കെ നടത്തി ആളുകളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ജനത്തിന് മനസ്സിലാവും. ഇപ്പം ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ആണെങ്കിലും ഇസ്ലാം മതത്തിൻ്റെ ആണെങ്കിലും ഹൈന്ദവ സമൂഹത്തിൻ്റെ ആണെങ്കിലും അവരുടെയൊക്കെ വിശ്വാസം സംരക്ഷിക്കാൻ അവർക്ക് അറിയാം. അവർക്ക് അതിന് നല്ല കഴിവുണ്ട്. അവരുടെ അവിടെ പോയി സ്വർണ്ണമൊക്കെ മോട്ടിച്ച് കഴിഞ്ഞാൽ ആളുകൾ മുമ്പോട്ട് വരും. അവരത് നോക്കിക്കോളും. കോടതിയിൽ കേസ് കൊടുത്തിട്ട് അവർ നോക്കിക്കോളും. അതിനൊന്നും നിങ്ങൾ സമയം മെനക്കെടുത്തണ്ട. നിങ്ങളതിന് നിൽക്കേണ്ടെന്നോ സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടെന്നോ അല്ല, നല്ല കാര്യം. പക്ഷേ അതിനേക്കാളും നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അടുത്ത വർഷം ഒരു നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. ആ ഇലക്ഷനിൽ അധികാരത്തിൽ വന്നാൽ ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മുമ്പോട്ടിറങ്ങി ഈ കട്ടവരെയെല്ലാം പിടിക്കാമല്ലോ. അപ്പം അതിനല്ലേ മുൻപന്തിയിൽ സ്ഥാനം കൊടുക്കേണ്ടത്. ഇപ്പോഴേ ഈ വേണുഗോപാൽ കാണിച്ച എന്തൊരു തോന്നിവാസം അദ്ദേഹം കാണിച്ച്, എന്തൊരു മോശമാണ് കാണിച്ചേ. 58 പേരുടെ ഒരു ലിസ്റ്റ് ഇറക്കി കേരളത്തെ കളിയാക്കുക, അതുപോലെ കഴിവുണ്ടായിരുന്ന ആളുകളെല്ലാം വെട്ടി ഒതുക്കുക. ഇതിനൊരു പരിഹാരം ഉണ്ടാകണ്ടേ?
ഇതിന് ഒറ്റ പരിഹാരമേ ഉള്ളൂ. ഘടകകക്ഷികളെ ഈ എൻ കെ പ്രേമചന്ദ്രൻ, ഷിബു ബേബി ജോൺ, അനൂപ് ജേക്കബ്, അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നിങ്ങൾ വീണ്ടും പ്രതിപക്ഷത്തിരിക്കാൻ പോവുകയാണ്. നിങ്ങളും എല്ലാം കൂടെ ചേർന്ന് ശക്തമായിട്ട്, ഇതിപ്പം ആരോട് പറയാൻ, കാരണം നിങ്ങളൊരു ഈ പിന്നെ ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു പരാതി കൊടുത്തു കഴിഞ്ഞാലും ഈ പരാതി ചെല്ലുന്നത് വേണുഗോപാലിൻ്റെ കയ്യിലാണ്. അവിടെ ഹൈക്കമാൻഡ് ഇല്ല. അവിടെ പിന്നെ പാമ്പിടിച്ച ഒരു രാഹുൽ ഗാന്ധി, ഇദ്ദേഹം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ വേണുഗോപാൽ. അപ്പോൾ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒന്നുമില്ല. i2i ന്യൂസ് പറയുന്നതിൻ്റെ തൊട്ട് കർണാടകയിലുള്ള ചില ആളുകളും ഒക്കെയാണെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചിരുന്നത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ സോണിയാജി അവരൊക്കെയാണ് ഹൈക്കമാൻഡ് എന്നാണ് ചിന്തിച്ചിരുന്നത്. പക്ഷേ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ഒരു ശക്തമായിട്ടുള്ളൊരു സെൻട്രൽ ബോഡി ഇല്ല. അവിടെ തീരുമാനിക്കാനില്ല. ഈ നമ്മളൊരു പരാതി കൊടുത്താലും വേണുഗോപാലിൻ്റെ അടുത്താണ് ഇത് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇലക്ഷനെ നയിക്കാൻ വേണ്ടി ഒരു ശക്തനായ ലീഡറെ, അത് ഒന്നീ കെ സുധാകരൻ, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ശശി തരൂര്, അതും അല്ലെങ്കിൽ ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, ഇങ്ങനെയുള്ള ആളുകളെല്ലാം കൂടെ ചേരുന്ന ഒരു കമ്മിറ്റിയെ ഫോം ചെയ്യണം. അതിലൊരു ശക്തനായ ലീഡർ, കേരള സമൂഹം അംഗീകരിക്കുന്ന ഒരു ലീഡറെ നിങ്ങൾ കാണിക്കണം. അത് മാത്രമല്ല, അടുത്ത ഒരു ഭരണം UDF കിട്ടുകയാണെങ്കിൽ വേണുഗോപാലോ അല്ലെങ്കിൽ വി ഡി സതീശനോ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരത്തില്ലെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്നിച്ച് അതിനുവേണ്ടി ശബ്ദം ഉയർത്തുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നിർഭാഗ്യവശാൽ പറയട്ടെ, നിർഭാഗ്യം, വളരെ ഖേദത്തോട് പറയുകയാണ്, ഒരു കാരണവശാലും നിങ്ങളിനി എന്തെല്ലാം ചെയ്താലും ഇവരെ രണ്ടുപേരെയാണ് നിങ്ങൾ മുമ്പോട്ട് നിർത്തുന്നതെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഇവരെ കണ്ടു മടുത്തിരിക്കുകയാണ്. അവർ വോട്ട് ചെയ്യാൻ പോകുന്നില്ല, ജയിക്കാൻ പോകുന്നില്ല. നിർഭാഗ്യവശാൽ പിണറായി ഒരു കാരണവശാലും അവർ വരലേ എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാലും ഈ രീതിയിലാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ പിണറായിക്ക് മൂന്നാമത് വീണ്ടും അധികാരത്തിൽ വരാനുള്ള വഴിയാണ് ഇവർ വെട്ടുന്നതെന്ന് മാത്രം ഓർത്താൽ മതി. പിന്നെ പ്രത്യേകിച്ച് സുനിൽ സാറിനോട്, നിങ്ങളുടെ ആത്മാർത്ഥതയെ കണ്ട് എനിക്ക് പലപ്പോഴും സത്യത്തിൽ ദുഃഖം തോന്നി. കാരണം രാവിലെയൊക്കെ 6 മണിക്കൊക്കെയാണ് നിങ്ങൾ എഴുന്നേറ്റ് ന്യൂസ് ഇടുന്നത്. അതുപോലെ തന്നെ ഫ്രഷായിട്ടുള്ള ന്യൂസ്, എത്രമാത്രം വീഡിയോസാണ് നിങ്ങൾ ഇടുന്നത്. എങ്ങനെയെങ്കിലും ഈ പിണറായി ഭരണം ഒന്ന് മാറി UDF അധികാരത്തിൽ വരണം, അല്ലെങ്കിൽ ശക്തമായ ലീഡർഷിപ്പ് ഉണ്ടാകണം. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയുള്ള ആയിരങ്ങൾക്ക്, രാഹുൽ മാങ്കൂട്ടത്തിന് നീതി കിട്ടിയില്ലെങ്കിൽ UDFൽ നിന്ന് ഒരു കാരണവശാലും ആർക്കും നീതി കിട്ടാൻ പോകുന്നില്ല. ദാറ്റ്സ് ദ ഫാക്റ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെ അവർ റെസ്റ്റോർ ചെയ്യുന്നില്ലെങ്കിൽ, എത്രയും പെട്ടെന്ന് ആ തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ, പഞ്ചായത്ത് ഇലക്ഷനിൽ നോക്കാൻ പോവുക, നിയമസഭ ഇലക്ഷനിൽ നോക്കാൻ പോവുക, അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിനെതിരെ പരാതിക്കാരില്ല. എന്നിട്ടും എന്താ ഇവരും മിണ്ടാതിരിക്കുന്നത്? അദ്ദേഹത്തിനെതിരെ ഗൂഢാലോചന ചെയ്യുന്ന ഈ വി ഡി സതീശനെയല്ലേ ആദ്യം പുറത്താക്കേണ്ടത്? അതിന് 250 ദിവസം ക്യാമ്പയിൻ ചെയ്യുമ്പോഴും സുനിൽ സാറിനോടുള്ള റിക്വസ്റ്റ്, അതിനകത്ത് ദയവ് ചെയ്ത് ഈ വേണുഗോപാലിനെയും കൂടെ അതിനകത്ത് ഉൾക്കൊള്ളിക്കണം. അമേരിക്കയിലുള്ള മലയാളി ഫോറത്തെയും അതുപോലെ തന്നെ ഞങ്ങളോട് സഹകരിക്കുന്ന ഓസ്ട്രേലിയയിലും UK ഒക്കെ ഉള്ള എൻ്റെ സുഹൃത്തുക്കളെ എല്ലാം പ്രതികരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ 250 ഡേയ്സ് ക്യാമ്പയിനിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ വേണുഗോപാലിൻ്റെ പേരൂടെ ഉൾക്കൊള്ളിച്ച് അതിനുള്ള വീഡിയോ കൂടെ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കേരള സമൂഹത്തിന് വേണ്ടി നന്മ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഒരു ശക്തനായ ലീഡർ, ഒന്നുകിൽ കെ സുധാകരൻ, അല്ലെങ്കിൽ ഇലക്ഷൻ ക്യാമ്പയിൻ നയിക്കാൻ ശശി തരൂരാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ അദ്ദേഹത്തെ ഇവരടുപ്പിക്കത്തില്ലല്ലോ, ഇവരാരും അടുപ്പിക്കത്തില്ല. കാരണം ഇപ്പം കൊടിക്കുന്നിൽ സുരേഷ് വരെ മുഖ്യമന്ത്രിയാണെന്നുള്ള രീതിയിലാണ് ചാടി നിന്നുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ ഇപ്പം മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മത്സരം നടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ചാൻസേ ഉള്ളൂ. ഇനി ഒന്നും നടന്നില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. അതും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക്. ഏത് കാരണവശാലും ഈ വി ഡി സതീശനും വേണുഗോപാലും വരരുതേ എന്ന് ആഗ്രഹിക്കുന്നത് കേൾക്കുന്ന എല്ലാവരോടും നിങ്ങൾ എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം. അത് കേരള സമൂഹത്തിന് നന്മ ചെയ്യാൻ വേണ്ടി, കോൺഗ്രസിനും UDFനും വേണ്ടി നന്മ ചെയ്യാനുള്ള ഒരു ചിന്തയായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.